നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടാൻ, കളഞ്ഞുപോയ വസ്തു നമുക്ക് തിരിച്ചു ലഭിക്കാൻ, നമ്മുടെ വീടിനും നമ്മുടെ വാഹനത്തിനും നമ്മുടെ ഭവനത്തിനും സുരക്ഷിതത്വം ലഭിക്കാൻ, അത് നമ്മൾ നാട്ടിലുള്ളപ്പോഴാണെങ്കിലും നമ്മൾ വീടടച്ച് എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിലും ശരി, സുരക്ഷിതത്വം ലഭിക്കാൻ, അതുപോലെ അള്ളാഹുവിൻ്റെ സഹായം എല്ലാ വിഷയത്തിലും നമുക്ക് ലഭിക്കാൻ, ഗർഭിണികൾക്ക് നല്ല ആഫിയത്തും സംരക്ഷണവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ നേടിത്തരുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റഖീബ് എന്നുള്ള ഇസ്മ, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മഹത്വങ്ങൾ, അതിൻ്റെ അമലുകൾ കേൾക്കാൻ ഇൻഷാ അല്ലാഹ് മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 44-ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 44-ാമത്തെ ഇസ്മ റഖീബ് എന്നുള്ളതാണ്. റഖീബ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവുക അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ 10 മലക്കുകളിൽപ്പെട്ട തഫ്സീലു അശ്രി മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റായീലു മുൻകർ നകീറും വ റഖീബുൻ വകദാ അതീദു മാലിക്കും വറിദ്വാനുൻ ഖുദ. പഠിക്കൽ നിർബന്ധമായ 10 മലക്കുകളാണിവർ. നമ്മിൽ എത്ര പേർക്കറിയാം? സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പം ഈ 10 മലക്കുകളിൽ റഖീബ് എന്ന മലക്കിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. നന്മ തിന്മകൾ രേഖപ്പെടുത്തി വെക്കുന്ന 2 മലക്കുകൾ, ഒന്ന് റഖീബ്, മറ്റൊന്ന് അതീദ്. അവിടെയാണ് റഖീബ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. എന്നാൽ റഖീബ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മാണ്. നമ്മുടെ ഉലമാക്കൾ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ എണ്ണിയതാണ്. റഖീബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത്, ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് നിരീക്ഷകൻ അല്ലെങ്കിൽ വീക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണത്തെയും അല്ലാഹുവിൻ്റെ അറിവിനെയും അല്ലാഹുവിൻ്റെ വീക്ഷണത്തെയും ഒക്കെ പരാമർശിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലാഹ യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹു എല്ലാം അറിയുന്നവരാണ്, നിങ്ങളൊന്നും അറിയില്ല. ഇന്നല്ലാഹ യഅലമു മാ ഫിൽ ഖുലൂബ്. ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർളി. ആകാശഭൂമികളുടെ അദൃശ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഇന്നല്ലാഹ യഅലമു മാ ഫി സുദൂർ. നമ്മുടെ സ്വദറുകളിൽ, നെഞ്ചിൽ ഉള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഇന്നല്ലാഹ യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. അല്ലാഹു രഹസ്യവും പരസ്യവും അറിയുന്നുണ്ട്. ഇന്നല്ലാഹ യഅലമു മാ ഫിൽ അർഹാം. അല്ലാഹു ഗർഭപാത്രത്തിലുള്ളത് അറിയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ. അപ്പോൾ അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിരീക്ഷിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്തെടുക്കലാണ് ഇഹ്സാൻ. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്തെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നീ ഇബാദത്തെടുക്കുക. CCTV ക്യാമറ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സദാസമയം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് റഖീബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആഴക്കടലിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെയും കൂരാക്കൂരിട്ടിൽ കരിമ്പാറകൾക്കുള്ളിലൂടെ സഞ്ചരിക്കുന്ന കട്ടുറുമ്പുകളെയും അറിയുന്നവനായ അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു ചിന്തയോടെ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു റഖീബാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്,
അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നവനാണ്, അള്ളാഹു എല്ലാം വീക്ഷിക്കുന്നവനാണ് എന്ന ബോധത്തോടെ നമ്മൾ ഇബാദത്തെടുക്കുമ്പോൾ, നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ, അങ്ങനെയുള്ള അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം പെട്ടെന്ന് ലഭിക്കുമെന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ സദാസമയം ഓർക്കുന്ന, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന വിഭാഗത്തെ തേടിയിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹുവോട് പറയും, അള്ളാഹുവേ, ഈ മലക്കുകൾ നിനക്ക് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുകയാണ്, മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, എത്ര മലക്കുകളെ, അവർ എന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുക എന്ന് അള്ളാഹു പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്, അള്ളാഹു റഖീബാണ്. ആ ചിന്തയോടെ നമ്മൾ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. റഖീബ് എന്നുള്ള വാക്ക്, അതിലെ ഖാഫ് അറബിയിൽ ഉണ്ടെങ്കിലും മലയാളത്തിലില്ല. മലയാളത്തിൽ ഗ എന്നാണ് നമ്മൾ എഴുതുക. റഖീബ്, നഖത്തിലെ ഗ. ഖാഫ് എന്നുള്ള അക്ഷരം മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അത് സൂക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ റഖീബ് എന്ന് ഉച്ചരിക്കുക എന്നുള്ളതാണ്. റഖീബ് എന്നുള്ള ഇസ്മിൻ്റെ അദദ് വരുന്നത് 312 റാ 200, ഖാഫ് 100, യാ 10, ബാ 2, ടോട്ടൽ 312. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ റഖീബ് എന്നുള്ള ഇസ്മിൻ്റെ അത്ഭുതകരമായ ചില അമലുകൾ കൂടി നമ്മൾ സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത്, ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, ഇഖാമ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രൂഫ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. പലരും വിളിക്കാറുണ്ട്, എൻ്റെ മകൻ്റെ പ്രൂഫ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ മകളുടെ പ്രൂഫ് നഷ്ടപ്പെട്ടു, എത്ര തെരഞ്ഞിട്ടും കാണുന്നില്ല, സ്വർണം നഷ്ടപ്പെട്ടു, കുട്ടിയുടെ എവിടെയാണെന്ന് അറിയുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പല ഈ ഇസ്ലാമികമായ പരിഹാര മാർഗങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇസ്മാണ് റഖീബ് എന്നുള്ളത്. റഖീബ് എന്നുള്ള ഇസ്മ, അതിൻ്റെ കൂടെ ജലാലിയത്തിൻ്റെ ഇസ്മ ചേർത്തി യാ റഖീബ് യാ അല്ലാ, യാ റഖീബ് യാ അല്ലാ, യാ റഖീബ് യാ അല്ലാ എന്ന് ചൊല്ലിയിട്ട് നഷ്ടപ്പെട്ടു പോയ വസ്തു നമ്മൾ തിരയുക എന്നുള്ളതാണ്. ആത്മീയമായ പരിശ്രമം, ഭൗതികപരമായ പരിശ്രമം. ഭൗതികപരമായ പരിശ്രമം തിരയുക എന്നുള്ളതാണ്. ആത്മീയമായ പരിശ്രമം യാ റഖീബ് യാ അല്ലാ എന്ന് ഇസ്മുച്ചരിക്കലാണ്. യാ റഖീബ് യാ അല്ലാ എന്ന് ചൊല്ലിയിട്ട് നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ വസ്തു പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത്, നമുക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ, നമ്മുടെ വീടിന് സുരക്ഷിതത്വം ലഭിക്കണം. സുരക്ഷിതത്വം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ, അതുപോലെ ദുരന്തങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കാൻ, കവർച്ചയിൽ നിന്ന്, കള്ളന്മാരുടെ അക്രമങ്ങളിൽ നിന്ന്, കള്ളന്മാരുടെ കവർച്ചയിൽ നിന്ന് ഒക്കെ നമുക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ, നമ്മുടെ വീടിന് സുരക്ഷിതത്വം ലഭിക്കാൻ, നമ്മുടെ സമ്പത്തിന് സുരക്ഷിതത്വം ലഭിക്കാൻ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ, ഏത് വസ്തുവിനാണോ സുരക്ഷിതത്വം ലഭിക്കേണ്ടത് ആ വസ്തു എവിടെയിരിക്കുന്നു അവിടെ വെച്ച്, വീടിനാണെങ്കിൽ വീട്ടിൽ വെച്ച്, സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച്, വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ വെച്ചുകൊണ്ട് 100 പ്രാവശ്യം യാ റഖീബ് യാ അല്ലാ, യാ റഖീബ് യാ അല്ലാ, യാ റഖീബ് യാ അല്ലാ എന്ന് ഡെയിലി ചൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ സമ്പത്തിന്, നമ്മുടെ ഭവനത്തിന്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ വാഹനത്തിന് സുരക്ഷിതത്വം ലഭിക്കും. തീയിൽ നിന്ന്, കവർച്ചയിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, മറ്റു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത്, നമ്മൾ നമ്മുടെ സ്വത്ത് ഇവിടെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഫാമിലി മുഴുവനായും വിദേശത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ടൂർ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ വീടിന് സുരക്ഷിതത്വം ലഭിക്കണം, വീട്ടിലുള്ള നമ്മുടെ വസ്തുക്കൾക്ക് സുരക്ഷിതത്വം ലഭിക്കണം. കള്ളന്മാരുടെ അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല, കവർച്ചയുണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും നമ്മുടെ ഭവനത്തിന് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി
യാ റഖീബ് യാ അല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ മന്ത്രിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ വെള്ളം നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗവും തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോയി നമ്മൾ തിരിച്ചു വരുന്നത് വരെ നമ്മുടെ ഭവനത്തിനും ആ ഭവനത്തിൻ്റെ അകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രൊട്ടക്ഷൻ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 4-ാമത്തെ ഒരു അമൽ എന്നുള്ളത് ഗർഭിണികൾക്ക്. പല ഗർഭിണികളും ഗർഭിണിയായി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബേജാറാണ്. ഗർഭം എന്താകും? ഓരോ സ്കാനിങ്ങും ടെൻഷനോടെയാണ് അവർ അഭിമുഖീകരിക്കുക. പ്രസവിക്കുന്നത് വരെ ടെൻഷനായിരിക്കും. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? വളർച്ച കുറവുണ്ടാകുമോ? എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാകുമോ? അല്ലെങ്കിൽ തള്ളക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനുകൾ ഉണ്ടാകും. ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രസവിക്കുന്നത് വരെ സുരക്ഷിതത്വം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ ഒരു നോട്ടമുണ്ടാകാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യാ റഖീബ് യാ അല്ലാഹ്, യാ റഖീബ് യാ അല്ലാഹ് എന്ന് 7 പ്രാവശ്യം ചൊല്ലിയിട്ട് കൈവെള്ളയിലേക്ക് ഊതിയിട്ട് വയറിൻ്റെ ഭാഗത്ത് തടവി കൊടുക്കുക എന്നുള്ളതാണ്. രാവിലെയും ഒരു ഗർഭിണി ഇങ്ങനെ ചെയ്യണം, വൈകുന്നേരവും ഗർഭിണി ഇങ്ങനെ ചെയ്യണം. തുടർച്ചയായി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രസവിക്കുന്നത് വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 5-ാമത്തെ ഒരു അമൽ എന്നുള്ളത് ഈ ഇസ്മിനെ, റഖീബ് എന്നുള്ള ഇസ്മിനെ അതിൻ്റെ അദദ് പ്രകാരം നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ 312 റഖീബ് എന്നുള്ള ഇസ്മിൻ്റെ അദദ്. ആ അദദിനനുസരിച്ചു കൊണ്ട് യാ റഖീബ് യാ അല്ലാഹ്, യാ റഖീബ് യാ അല്ലാഹ്, യാ റഖീബ് യാ അല്ലാഹ് എന്ന് ഡെയിലി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ 312 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണവും അല്ലാഹുവിൻ്റെ സഹായവും അല്ലാഹുവിൻ്റെ കാവലും അല്ലാഹുവിൻ്റെ നോട്ടവും അല്ലാഹുവിൻ്റെ അനുഗ്രഹവും നമുക്കുണ്ടാകുമെന്ന് നമ്മൾ വിളിച്ചാൽ ഉടൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുത്തരം നൽകും. നമ്മുടെ പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. നമുക്ക് വേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മാത്രമല്ല അല്ലാഹുവിൻ്റെ മഹത്തായ ഇസ്മാണ്, അസ്മാഉൽ ഹുസ്നയിലെ ഒരു പ്രസിദ്ധമായ ഇസ്മാണ്. ആ ഇസ്മ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അല്ലാഹു നമുക്കതിന് ധാരാളം പ്രതിഫലവും തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെയും നല്ല തവക്കുലോടെയും ഈ ഇസ്മിനെ ഉച്ചരിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വവും പുരാതന കാലം മുതൽ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചു വരുന്നതായ അതിൻ്റെ നേട്ടങ്ങളും നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.